വിദേശത്തടക്കം സംഗീത പരിപാടികളുള്ളതിനാൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി ഹൈക്കോടതിയിൽ. ലൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളിൽ ചിലത് ഒഴിവാക്കണമെന്നാണ് വേടന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ ജസ്റ്റിസ് സി പ്രദീപ് കുമാർ സർക്കാരിൽ നിന്ന് വിശദീകരണം തേടി. ഈ മാസം 25-ന് കൊളംബോ, നവംബർ 11-ന് ദുബായ്, നവംബർ 28-ന് ഖത്തർ, ഡിസംബർ 13-ന് ഫ്രാൻസ്, ഡിസംബർ 20-ന് ജർമ്മനി എന്നിവിടങ്ങളിലാണ് തന്റെ സംഗീത പരിപാടികളെന്ന് ഹർജിയിൽ വേടൻ പറയുന്നു. എന്നാൽ കോടതിയുടെ ഉത്തരവോടുകൂടി മാത്രമേ കേരളത്തിന് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത്. ഇതിനൊപ്പം എല്ലാ ഞായറാഴ്ചയും രാവിലെ 10-നും 11-നും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണമെന്നും വ്യവസ്ഥയിലുണ്ട്. സ്റ്റേജ് ഷോകൾ നടത്തുന്ന തനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് ഇത്തരമൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുന്നതിലൂടെ. മാത്രമല്ല, ഈ രണ്ട് വ്യവസ്ഥകളും റദ്ദാക്കിയാലും കേസിന്റെ അന്വേഷണത്തെ അത് ഒരു വിധത്തിലും ബാധിക്കില്ലെന്നും ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് ലഭിക്കാത്തതിനാലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. നേരത്തെ വേടനെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ യുവതിയോട് മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിലെത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തങ്ങൾ പിൻവലിക്കുകയാണെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. പോലീസ് നടപടിക്കെതിരെ യുവതി നൽകിയ ഹർജിക്കുള്ള മറുപടിയായാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. 2020 ഡിസംബറിൽ ദളിത് സംഗീതത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് വേടനെ സമീപിച്ചപ്പോൾ തന്നോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ യുവതി ആരോപിച്ചിരുന്നു. ഈ പരാതിയിൽ സെൻട്രൽ പോലീസ് വേടനെതിരെ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും നിലവിൽ ജാമ്യത്തിലാണ് വേടൻ. ന്യൂസ് ഡെസ്ക്, ആക്സിസ് ന്യൂസ്.